ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജന്തുകോശത്തിനെ കുറിച്ചിട്ടാണ്. ജന്തുകോശത്തിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ നമ്മൾ ആദ്യം പറയുന്നത്. അവ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മർമ്മമാണ്, ന്യൂക്ലിയസ്. അതുകൊണ്ട് മർമ്മത്തെ കോശത്തിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കുന്നു. കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മർമ്മമാണ്. അതുകൊണ്ട് മർമ്മത്തെ കോശത്തിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കുന്നു. കോശത്തിൻ്റെ തലച്ചോറ് എന്തിനാണ് വിളിക്കുന്നത്? മർമ്മത്തിൻ്റെ മർമ്മം. കോശത്തിൻ്റെ ആവരണ പാളിയാണ് കോശസ്തരം, പ്ലാസ്മ മെമ്പറൈൻ. അതൊക്കെ വരച്ചുകാണ്ട് കാണിച്ചു തരണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കണം. അങ്ങനെ എനിക്ക് എൻ്റെ ക്ലാസ് മനസ്സിലായിക്കണേ. ഇനി ഒന്നും കൂടി കൂടുതൽ ഡീറ്റെയിൽഡ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാനത് വരച്ചുകാണ്ടൊക്കെ കാണിച്ചു തരണ്ട്. കോശത്തിനകത്ത് മുഴുവനായും കാണപ്പെടുന്ന ഭാഗമാണ് ജീവദ്രവ്യം. മർമ്മം ഒഴികെയുള്ള ദ്രാവക ഭാഗത്തെ കോശദ്രവ്യം എന്ന് വിളിക്കുന്നു. അപ്പോൾ കോശദ്രവ്യം എന്തിനെയാണ് വിളിക്കുന്നത്? മർമ്മം ഒഴികെയുള്ള ദ്രാവക ഭാഗത്തെ. മർമ്മം നമ്മൾ എന്താണെന്ന് പറഞ്ഞു അല്ലേ? എന്താണ് മർമ്മം എന്ന് പറഞ്ഞാൽ കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മർമ്മമാണ്. കോശദ്രവ്യത്തിലാണ് എന്ത് കാണുന്നത്? കോശാംഗങ്ങൾ കാണപ്പെടുന്നത്. കോശദ്രവ്യത്തിലാണ്. ഈ കോശദ്രവ്യം എന്തിനാണ് വിളിക്കുന്നത്? മർമ്മം ഒഴികെയുള്ള ദ്രാവക ഭാഗത്തെയാണ് കോശദ്രവ്യം എന്ന് വിളിക്കുന്നത്. ജീവൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗമാണ് കോശദ്രവ്യം. ജീവൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗമാണ്. ജീവൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗമാണ് കോശദ്രവ്യം. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളൊരു വീട്, നമ്മൾ ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ വീടും അതിൻ്റെ ഉള്ളിലെ ആളുകളെയും വെച്ചിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് നിങ്ങൾ തന്നെ നമ്മൾ ഓരോരുത്തരുടെ പേര് വെച്ചിട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമല്ലോ. അതേപോലെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ കോശത്തിൻ്റെ ആവരണപ്പാളിയാണ് കോശസ്തരം. ആവരണപ്പാളി അത് നമ്മളിങ്ങനെ ഓരോരുത്തരെ ഓർക്കുക. ഇപ്പം നമ്മളെ ആവരണപ്പാളി അറിയുമ്പോൾ ഞാൻ ഓർത്തിക്കണത് എന്താ വെച്ചാൽ നമ്മളെ വീട് നമുക്കൊരു സുരക്ഷയാണ് അല്ലേ? ഇങ്ങനെ ജീവികളിൽ നിന്നൊക്കെ നമുക്കൊരു സുരക്ഷ കിട്ടും. അപ്പോൾ നമ്മളെ ചുറ്റുഭാഗം നമ്മളെ വീടിൻ്റെ ചുറ്റുമാണ് കാരണം മതിലൊക്കെ കെട്ടി ഒക്കെ സെറ്റാക്കി വെച്ചിക്കണമല്ലോ, കോമ്പൗണ്ടൊക്കെ കെട്ടി. അപ്പോൾ നമ്മൾ ആ ഒരു ആവരണപ്പാളിയാണ് കോശസ്തരം. കോശത്തിനകത്ത് മുഴുവനായും കാണപ്പെടുന്ന ഭാഗമാണ് ജീവദ്രവ്യം. അതിൽ ജീവിക്കണ നമ്മളൊക്കെ ആ ഒരു ആവരണത്തിനുള്ളിൽ ജീവിക്കണ നമ്മളൊക്കെ ജീവദ്രവ്യങ്ങളാണ്. കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മർമ്മമാണ്. അപ്പോൾ അതിലുള്ള എല്ലാ ആൾക്കാരെയും നിയന്ത്രിക്കുന്നത് ഓരോരുത്തരുടെ തലച്ചോറല്ലേ? കാരണം എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ തലച്ചോറാണ്. അപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ചിന്താഗതികളും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടെ വീട്ടിലുള്ള എല്ലാവരും പ്രത്യേകം വെവ്വേറെ ഇത് കാണിച്ചണോല്ലേ കാരം അല്ലേ? അപ്പോൾ കോശത്തിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കുന്നു. അപ്പോൾ കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മർമ്മമാണ്. അതുകൊണ്ട് മർമ്മത്തെ കോശത്തിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കുന്നു. ഇവിടെ എല്ലാവരും വ്യത്യസ്തങ്ങളായ
സംഭവ വികാസങ്ങളാണ്, വ്യത്യസ്തങ്ങളായ ചിന്തകളാണ്. അപ്പോൾ അവരുടേതായ കാര്യങ്ങളല്ലേ. അപ്പോൾ എന്താ അപ്പോൾ അവർക്ക് കോശത്തിൻ്റെ തലച്ചോറ്, കാരണം എല്ലാവർക്കും വെവ്വേറെ തലച്ചോറാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട പോലെ അങ്ങനെയും കരുതട്ടോ. മർമ്മം ഒഴികെയുള്ള ദ്രാവക ഭാഗത്തെ കോശദ്രവ്യം എന്ന് വിളിക്കുന്നു. അതായത് നമ്മളെ തലച്ചോറ്, ഓരോരുത്തരുടെയും തലച്ചോറ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തെ കോശദ്രവ്യം എന്ന് വിളിക്കണം. ഈ കോശദ്രവ്യത്തിലാണ് കോശാംഗങ്ങൾ കാണപ്പെടുന്നത്. ഇപ്പം നമ്മളെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നി, കരൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, നമ്മളെ ചെറുകുടൽ, വൻകുടൽ, അങ്ങനെ ഒരുപാടില്ലേ. അതിലെ കോശാംഗങ്ങൾ കാണപ്പെടുന്നു. ജീവൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. കാരണം അതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഓരോ എക്സാമ്പിൾസ് കണ്ടെത്തിയിട്ട് നമുക്ക് പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഇനി ഞാൻ SCRTയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. കോശസ്തരത്തിന് അകത്ത് കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ പദാർത്ഥമാണ് കോശദ്രവ്യം. ഇത് SCRTയിലുള്ളത് ഞാൻ അതേപോലെ വായിച്ചതാണ് കേട്ടോ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ SCRT വെച്ചിട്ട് രണ്ടും പാടെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി അത് ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതും SCRTയിലുള്ളതാണ്. ജീവദ്രവ്യവും കോശദ്രവ്യവും. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയുന്നു. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കോശസ്തരത്തിൻ്റെ ഘടനയാണ്. എന്താണ് കോശസ്തരത്തിൻ്റെ ഘടന? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് ഘടന. എന്താണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രധാനമായും കൊഴുപ്പിനെ കൊണ്ടും പ്രോട്ടീനെ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോശസ്തരം ഒരു അർദ്ധധാര്യ സ്തരമാണ്. നിക്കോൾസൺ സിംഗർ ആണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക അവതരിപ്പിച്ച 2 വ്യക്തികളാണ് സിംഗറും നിക്കോൾസണും. ഇനി നമുക്ക് പറയാനുള്ളത് കോശാംഗങ്ങളെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും വീഡിയോ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.